എൻ്റെ റെഗുലർ വ്യൂവേഴ്സിനൊക്കെ അറിയാം, എനിക്ക് അത്യാവശ്യം നല്ല പെറ്റ്സ് ഉള്ള ഒരാളാണ്. അതും ഡോഗ്സാണ് എനിക്ക് പെറ്റ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മുടെ നാദിർഷ ഇട്ട പോസ്റ്റ് സത്യത്തിൽ എനിക്ക് നല്ല സങ്കടമായിടേ. കാരണം ഒരു പെറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള വേദന എന്താണെന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പെറ്റ് അതെന്തോ ആയിക്കോട്ടെ, അത് ഡോഗാവാം, ക്യാറ്റാവാം, ഒരു കോഴിയാവാം, എന്തിനടി ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഒരു ജീവിയാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയി കഴിഞ്ഞാലുള്ള വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രൂമിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ക്യാറ്റ് അഗ്രസീവ് ആയതുകൊണ്ട് സഡേഷൻ എടുത്ത് ഗ്രൂമിങ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി EKM പെറ്റ് ഹോസ്പിറ്റലിൽ ക്യാറ്റിനെ കൊണ്ടുപോയ നാദിർഷയ്ക്കുണ്ടായ അനുഭവം, നാദിർഷയ്ക്കും മകൾക്കും ഉണ്ടായ അനുഭവമാണ്. ക്യാറ്റ് പോയി. ഓക്കെ, അപ്പോൾ കുളിപ്പിക്കാൻ നൽകിയ പൂച്ചയെ കൊന്നു. എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ പോലീസ് പരാതി നൽകി നാദിർഷ. ഇതാണ് വിഷയം. നാദിർഷ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. ഓക്കെ, ഇത് ഇന്നിട്ട പോസ്റ്റാണ്. ഈ പാവത്തിനെ കൊന്നു, പെറ്റ് ഹോസ്പിറ്റൽ മൃഗങ്ങൾ, EKM പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പൂച്ചയുടെ ഒപ്പമുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ ഇട്ട പോസ്റ്റ്, എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ നിയർ റിനെ മെഡിസിറ്റി, പാലാരിവട്ടം, മാമംഗലം. നല്ല ആരോഗ്യവാനായ ഞങ്ങളുടെ ക്യാറ്റിനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയതിൻ്റെ പേരിൽ ഒന്നും അറിയാത്ത കുറേ ബംഗാളികളുടെ ബ്രാക്കറ്റിൽ ഒപ്പം മലയാളികളുമുണ്ട് കയ്യിൽ കൊടുത്ത് കൊന്നുകളഞ്ഞ ദുഷ്ടന്മാർ ഉള്ള ഈ ഹോസ്പിറ്റലിൽ ദയവ് ചെയ്ത് നിങ്ങളാരും നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റുമായി ചെന്ന് അബദ്ധം സംഭവിക്കരുത്. ഇവിടെയുള്ളവർക്ക് ഒരു തേങ്ങയും അറിയില്ല, ഒരു വിവരവുമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റ്സിനെ നൽകരുതേ പ്ലീസ്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഞാനിത് ന്യൂസ് കണ്ട് എനിക്ക് എങ്ങനെയും എപ്പോഴും ഇപ്പോൾ ഈ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇതേപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്ത് വെക്കാറ്. കാരണം എനിക്ക് എൻ്റെ ആക്സ് പോയ, എൻ്റെ അക്കീറ്റ പോയ, ഞാൻ ബീവിക്കകത്തുള്ളപ്പോൾ അവൻ പോയ ആ ഒരു സങ്കടത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഭാഗത്ത് ചിന്തിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കാറില്ല. മാക്സിമം അതിന്ന് അവോയ്ഡായിട്ട് പോരാറാണ്. ഇങ്ങനെ പെറ്റ് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നാലോ അല്ലെങ്കിൽ എന്തൊരു കാര്യം വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാലോ ഞാൻ മാക്സിമം അതിന് ഒഴിഞ്ഞു മാറി പോകാറാണ്. കാരണം എനിക്ക് ആ ടോപ്പിക്ക് തുറക്കാനോ അല്ലെങ്കിൽ ആ വീഡിയോ തുറക്കാനോ അല്ലെങ്കിൽ ആ വിഷയം തുറക്കാനോ ഒന്നും എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് അത്രത്തോളം ഞാൻ മറ്റേ ആക്സ് പോയ വിഷയത്തിൽ എനിക്ക് അത്രയും പറയാൻ പറ്റില്ല, അത്രയും സങ്കടവും വിഷമം എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും ഉണ്ട്. അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മിണ്ടാപ്രാണിയെ എത്രത്തോളം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു നിലയ്ക്ക് അതിൻ്റെ ഒരു വിഷമം നമുക്കേ പറഞ്ഞ് മനസ്സിലാവും. വേറൊരാളോട് അത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ മിണ്ടാപ്രാണികളെ വളർത്തി ശീലമില്ലാത്തവർക്ക് ഒരിക്കലും അത് കണക്റ്റ് ആവില്ല, ഒരു കാലത്തും അത് കണക്റ്റ് ആവില്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കോണ്ടൻറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംസാരിക്കേണ്ട കുറച്ചധികം വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ അക്കീറ്റ അവൻ ഭയങ്കര അഗ്രസീവായിരുന്നു, ആക്സിൽ ഭയങ്കര അഗ്രസീവാണ്. അവൻ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ളവർ പിടിച്ചാൽ നിൽക്കില്ല. അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് സ്വയം ഗ്രൂം ചെയ്തുകൂടെ. ചില കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങൾ കാണും ഇവിടെ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര സമയം അവർക്ക് മാറ്റി വെച്ചാലും എന്തൊക്കെ രീതിയിൽ അവരെ കെയർ ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റാതെ ഈ ഇയർ ക്ലീൻ ചെയ്യുക, ഇയറിനകത്ത് നഖം വെട്ടുമ്പോൾ തന്നെ പ്രശ്നമാണ്. കാരണം അതിൻ്റെ ഒരു സെർട്ടൻ പോർഷൻ മുകളിൽ വെട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര പെയിനാവും. അപ്പം ചില കാര്യങ്ങൾ അതിനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്കതിന് സമയവും നമുക്കതിന് ചിലവാക്കാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. മനസ്സിലായോ? കാരണം നമുക്ക് ആ ഒരു എന്താ പറയുക കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഗ്രൂമിങ്ങിന്. അപ്പോൾ ഈ ക്യാറ്റ് അഗ്രസീവ് എന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ അഗ്രസീവായിരുന്നു. അതിൻ്റെ ബാക്കി ഡോഗ്സ് ഒന്നും അഗ്രസീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ ഹാൻഡിൽ ചെയ്യാനും ഗ്രൂം ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഇതേപോലെ സഡേഷൻ അവനും കൊടുക്കുമായിരുന്നു. അവന് സഡേഷൻ കൊടുത്തതിന് ശേഷമാണ് അവനെ കുളിപ്പിക്കുക, അവൻ്റെ നഖം വെട്ടി, അവൻ്റെ ചെവി ക്ലീൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അവന് സഡേഷൻ കൊടുത്തിട്ടാണ്. ഞാൻ BB പോയി, അവൻ പോയതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഒന്നും അവൻ്റെ ചെയ്തിട്ടില്ല, ഹീറ്റ് സ്ട്രോക്ക് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ലേറ്റർ ഓൺ ഞാനിങ്ങനെ കുറച്ച് അക്കീറ്റ ഓണേഴ്സിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചില ഡോഗ്സ് അങ്ങനെയാണ്, അവരുടെ മാസ്റ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
അവർ ഭയങ്കര ഡള്ളാവും ഡസ്പാവും. അപ്പോൾ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോയതിനു ശേഷം ബി വി പോയതിനു ശേഷം കുറച്ച് ദിവസം എന്നെ കാണാതായപ്പോൾ അവൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡായി, ഞാനിരിക്കുന്ന റൂമിൽ പോവുക, ഞാൻ കിടന്ന കട്ടിലിൻ്റെ മുകളിൽ കയറി കിടക്കുക, അങ്ങനത്തെ പല പരിപാടികളും അവൻ കാണിച്ചു. അവൻ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. പിന്നെയാണ് അവൻ പിന്നെ വീട്ടിൻ്റെ അകത്തുനിന്ന് കൂട്ടിലേക്ക് കയറ്റിയ സമയത്ത് അത്യാവശ്യം ചൂടുള്ള സമയമായിരുന്നു. പിന്നെ അവൻ്റെ പുറത്തൊരു ഒരു തരം രോമം കൊഴിയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ചെറിയൊരു പോർഷനായിരുന്നു. അപ്പോൾ അത് നമ്മൾ വൈപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതിൽ മെഡിസിനൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തൊരു ടൈമായിരുന്നു അത്. എല്ലാം കൂടി ആയപ്പോൾ അവൻ പോയി. പിന്നെ ലേറ്റർ ഓൺ ഞാൻ ഈ അക്കീറ്റയുടെ കുറേ ഓണേഴ്സിനോടും പിന്നെ ഡോഗ് ഓണേഴ്സിനോടൊക്കെ സംസാരിച്ച സമയത്ത് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തറിയോ, അഗ്രസീവ് ആണൊരു പെറ്റെന്ന് വിചാരിച്ചിട്ട് അതിനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകുമ്പോഴോ സഡേഷൻ കൊടുക്കരുതല്ലേ. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ അക്കീറ്റയ്ക്ക് എനിക്ക് തോന്നുന്നൊരു 4-5 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതലോ സഡേഷൻ കൊടുത്തിട്ടാണ് പല പ്രാവശ്യവും അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ളതും അവനെ ഗ്രൂം ചെയ്തിട്ടുള്ളതും. ഓക്കെ, അത് നന്നല്ല, അവർക്ക് പറ്റില്ല. അവരുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടൊക്കെയാണ് സഡേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിലും അത് അവർക്ക് ഭയങ്കര ബാഡ് എഫക്റ്റാണ്, അവരുടെ ലൈഫ് സ്പാനിനെ അത് ബാധിക്കും. ഓക്കെ, എനിക്കിപ്പോഴും എൻ്റെ മൈൻഡിനകത്ത് ഇപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിനകത്ത് വന്നൊരു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡോഗ് പോയതിന് വൺ ഓഫ് ദ റീസൺ ഇവൻ ഈ കണ്ടിന്യൂസ്ലി ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകുമ്പോഴും ഇവനെ അഗ്രസീവ് ആയതുകൊണ്ട് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇവനിങ്ങനെ സഡേഷൻ കൊടുത്ത് അതിൻ്റെ ഡോസ് ഇങ്ങനെ ദേഹത്ത് കിടക്കുകയല്ലേ. മേ ബി എല്ലാം കൊണ്ടും ഒരു ഡോഗ് തളർന്നു പോയതായിരിക്കണം എൻ്റെ ഡോഗ് പോയത്. അപ്പോൾ അത് ഞാൻ ആരുടെ പേരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ബട്ട് നമുക്ക് പറ്റിയൊരു എന്താ പറയുക, പറ്റലിഞ്ഞ് ആർക്കും പറ്റരുത്. കാരണം ആദർശയുടെ കേസിലും സംവെയർ ഐ ഫെൽറ്റ് ലൈക്ക് എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം നമ്മളുടെ പെറ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഞാൻ ഈ പറഞ്ഞ അഗ്രസീവ് ഡോഗ് ഓർ ക്യാറ്റ് ഓർ എന്ത് പെറ്റുള്ള ഒരാൾക്കാരോടാണ് പറയുന്നത്. അതിനെ ട്രീറ്റ് ചെയ്യാനോ അതിനെ ഗ്രൂം ചെയ്യാനോ മാക്സിമം നിങ്ങൾ തന്നെ പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക. സെഡേഷൻ കൊടുത്തിട്ട് പിന്നെ അതിനെ ചെയ്യിക്കുന്നത് അതിനൊട്ടും ഹെൽത്തി ആവില്ല. ഫൈൻ, പോവുകയും ചെയ്യും. അങ്ങനെ കുറേ കേസുകളുണ്ട് ഇങ്ങനെ പെറ്റ്സ് പോയിട്ടുള്ള. അപ്പോൾ ഇനി നമുക്ക് ആദർശ പറഞ്ഞ കാര്യത്തിലേക്ക് പോവാം. ഇത് ഇന്നലെ വൈകിട്ട് ഇപ്പം ഞാനിവിടെ തൊടുപുഴയിലാണ് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന എൻ്റെ പേരിൻ്റെ മകളും പിന്നെ വൈഫും കൂടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ എൻ്റെ ക്യാറ്റിനെ സാധാരണഗതിയിൽ ഗ്രൂം ചെയ്യാനായിട്ട് നമ്മൾ റോംസ് ആൻഡ് റാക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് സഡേറ്റ് ചെയ്യും. കാരണം ഇത് ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ക്യാറ്റാണ്. അപ്പോൾ സഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പെറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകാറ്. അപ്പോൾ ഇതിനു മുമ്പും 2-3 പ്രാവശ്യം ഈ ഇതുപോലെ സഡേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലാത്ത കാരണം എന്തോ അവർ പറഞ്ഞ അവിടുത്തെ 2 പിള്ളേര്, മലയാളി പിള്ളേർ ആണ്, പിന്നെ 1-2 ബംഗാളി പിള്ളേരുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ് ഈ ഗ്രൂം ചെയ്യാനായിട്ട് നിങ്ങൾ പുറത്തൊന്നും കൊടുക്കണ്ട, ഞങ്ങൾ തന്നെ ഗ്രൂം ചെയ്തോളാം. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞത് ഗ്രൂം ചെയ്യണേന് ഞങ്ങൾ പുറത്താണ് ഗ്രൂം ചെയ്യുന്നത്, ഇവിടുന്ന് സഡേറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് വലിച്ചുകൊണ്ടുപോകുന്നത് വരെ എൻ്റെ മോള് കണ്ടു. അപ്പോൾ മോള് പറഞ്ഞു അത് അങ്ങനെ ചെയ്യണ്ട, അതിനെ ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവർ വലിച്ചുകൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ സഡേറ്റ് ചെയ്യാൻ നോക്കി, സഡേറ്റ് ചെയ്തപ്പോൾ അത് മരിച്ചു പോയതാണെന്ന് പറഞ്ഞിട്ടാണ് തിരിച്ച് എത്തിച്ചത്. കൃത്യമായിട്ട് അവരെ അശ്രദ്ധ കൊണ്ട് അവരെ പരീക്ഷണം നടത്തിയാണ് ആ ക്യാറ്റിനെ. ഞാൻ അവിടുത്തെ മെയിൻ ഡോക്ടറെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഡോക്ടർ അനീഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ റിനൈ മെഡിസിറ്റിയുടെ തൊട്ടടുത്തുള്ള എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ അല്ല, അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവരാണ് അനസ്തേഷ്യ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് അവിടെ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഡോക്ടർ ഇല്ല, അനസ്തേഷ്യക്ക് ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഉണ്ടായിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഇല്ലാണ്ട് ചിലപ്പോൾ അവിടുത്തെ അവർ തന്നെ ചിലപ്പോൾ പരീക്ഷണം നടത്തിയായിരിക്കും അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് ഈ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് ഈ കഴുത്തിൽ കുരുക്കിട്ട് കൊണ്ടുപോയത് എന്തിനാന്നുള്ളതാണ്. അപ്പോൾ കാരണം ക്യാറ്റ് അഗ്രസീവ് ആണെന്ന് പറഞ്ഞു. മോള് 100 പ്രാവശ്യം അവരോട് പറഞ്ഞു ക്യാറ്റ് കുറച്ച് അഗ്രസീവ് ആണ്, നിങ്ങൾ അതിനെ അങ്ങനെ അവർ പറഞ്ഞില്ല ഞങ്ങളൊന്ന് ഗ്രൂം ചെയ്യാൻ ഞങ്ങൾ ഇതിനും വലുത് കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ക്യാറ്റിനെ കൊണ്ടുപോയത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പോലീസിൽ കൃത്യമായിട്ട് അതേ ഇത് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇതെന്താ പറയുക, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് കൃത്യമായി റിലേറ്റ് ചെയ്യാൻ പറ്റൂടെ. അതായത് നമ്മളൊരു പെറ്റിനെ കൊണ്ടുപോകുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക്, ഇപ്പോൾ പൂച്ചയുടെ കാര്യത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൂച്ചനെ വളർത്തിയിട്ടില്ല, പക്ഷെ പൂച്ചയുടെ കേസ് എനിക്ക് അറിയാം. ഞാൻ പല ടൈമിലായിട്ട് ഞാൻ എൻ്റെ ഡോഗ്സിനെ കൊണ്ടുപോകുമ്പോൾ ഗ്രൂം ചെയ്യാൻ വരുന്ന ചില ക്യാറ്റ്സ് ഭയങ്കര അഗ്രസീവ് ആവും. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ ഈ അഗ്രസീവായിട്ടുള്ള പൂച്ച ഡോഗ്സിൻ്റെ അടുത്ത് ഇവർ ഇത്ര കളിക്കാറില്ല. അഗ്രസീവായ ഡോഗ്സിൻ്റെ അടുത്ത് അവർ മൗത്ത് ക്യാപ്പ് ഇട്ടിട്ടാണെങ്കിലും അവർ ചെയ്യാറില്ല. പൊതുവെ മലയാളികളാണെന്നുണ്ടെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർ പൂച്ചകൾ കുറച്ച് അഗ്രസീവ്, അതിനെ അങ്ങനെ
ഇങ്ങനെ കുറച്ചൊരു അവരോട് അഗ്രസീവായിട്ട് പെരുമാറുന്ന ഒരുപാട് ജോലിക്കാരുണ്ടാവും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ. ഞാൻ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും പൊട്ടാന്നല്ല, പക്ഷെ ഇവിടെ കൂന് പോലെ മുളച്ച കുറേ ഗ്രൂമിങ് സെൻറ്റേഴ്സ് ഉണ്ട്, കുറേ പെറ്റ് ക്ലിനിക്സ് ഉണ്ട്. ഇതിലൊക്കെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണോ നിൽക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് നമ്മളെ ജീവനേക്കാൾ നമ്മൾ വില കൊടുക്കും നമ്മളെ ഒരു പെറ്റിൻ്റെ ജീവന്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്താണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് സിസ്റ്റത്തിനകത്താണെന്നുണ്ടെങ്കിലും എക്സ്പെർട്ടൈസ് ചെയ്ത ഡോക്ടേഴ്സും അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ഒരു പെറ്റിനെ കൊണ്ടുവന്ന് അത് അവരെ സ്വന്തം പെറ്റിനെ പോലെ നോക്കി ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്, ഡോക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇറ്റ്സ് പ്യോർ ബിസിനസ്. ആഫ്റ്റർ ഓൾ ഇവർ ചോദിക്കുന്ന പോയി കഴിഞ്ഞാൽ ജീവൻ പോയ ഒരു പട്ടീൻ്റെ ജീവനല്ലേ, ഒരു പൂച്ചയുടെ ജീവനല്ലേ, ഇങ്ങനെ ചോദിച്ചവർ ഇത് ഒഴിവാക്കും. മനസ്സിലായോ? അത്രയും കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറേ ഡോക്ടേഴ്സ് ഹെൽപ്പേഴ്സും അങ്ങനെയൊക്കെയുള്ള കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം ഇതിലിപ്പോൾ നാദർഷ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അവരുടെ ക്യാറ്റിനെ ഇങ്ങനെ കഴുത്തിൽ വലിച്ചു കൊണ്ടുപോകും. യെസ്, ഞാൻ കണ്ടിട്ടുണ്ട് ഈ സിറ്റുവേഷൻ. എനിക്കറിയില്ല നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ പൂച്ച സ്വന്തമായിട്ട് ഇതേപോലെ പൂച്ച അഗ്രസീവായിട്ടുള്ള ഒരു ക്യാറ്റിനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തവരാരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറ. ഞാൻ കണ്ടിട്ടുണ്ട് ചില പൂച്ചകൾ അവിടുത്തെ ഒരു ടൈ ഉണ്ട്, ആ ടൈ ഇട്ട് കഴുത്തിലിട്ട് ഇങ്ങനെ വലിച്ചാണ് കൊണ്ടുപോകും പൂച്ചേനെ. അവർ പൂച്ച കടന്ന് ഒച്ചുണ്ടാക്കുമ്പോൾ പൂച്ചേനെ വലിച്ചു കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ ഡോഗ്സിനെ അവർ ചെയ്യില്ല, പക്ഷേ പൂച്ചേനെ അവർ ചെറിയ സാധനമുള്ളൂ, അവർ വലിച്ചു കൊണ്ടുപോകും. അപ്പം ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് മേ ബി ഇവർ സഡേഷന് കൊണ്ടുപോയ സമയത്ത് ഈ പറഞ്ഞ പോലെ പൂച്ച കുറച്ച് അഗ്രസീവാന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ സഡേഷൻ കൊടുത്തിട്ടാണോ, ഇതിലൊരു പോയിന്റ് ഉണ്ട്. ഇതിലൊരു പോയിന്റ് എന്താ വെച്ചെങ്കിൽ ഇതിനെ നെയിൽ കട്ട് ചെയ്യണം, ഇയർ ക്ലീൻ ചെയ്യണം എന്നുള്ളത് ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ സമയത്ത് ഇവർ അവിടുന്ന് അത് ചെയ്തു തോന്നുന്നു. ഈ ടീം, ഈ പെറ്റ് ഹോസ്പിറ്റലുകാർ അവിടുന്ന് അത് ചെയ്തതിന് ശേഷമാണ് ഇതിന് സഡേഷൻ കൊടുത്തത് തോന്നുന്നു ഈ ക്യാറ്റിന്. അതുകൊണ്ട് തന്നെ ക്യാറ്റിനെ അവർ ആദ്യം ഹാൻഡിൽ ചെയ്ത സമയത്ത് അതിനെ ഭയങ്കര ഹൈപ്പറാക്കി, അതിന് ഭയങ്കര പേടിപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരു സഡേഷൻ അടിച്ചിട്ടുണ്ടാവുക. ഇനി അതാണ് എൻ്റെ ഒരു മൈൻഡ് തോന്നുന്നത്. കാരണം ഇനി ലേറ്റർ ഓൺ ഞാൻ വോയിസ് വെക്കാം, അതിൽ ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ആ ഡോക്ടർ സംസാരിച്ചതിൽ അയാൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുമ്പും ഈ ക്യാറ്റ് നമുക്കിങ്ങനെ ഗ്രൂമിങ്ങിന്, നല്ലൊരു പൂച്ചയാണ്, പക്ഷെ ഗ്രൂമിങ്ങിന് ഒട്ടും സഹകരിക്കാത്ത ആൾക്ക് ഇഷ്ടമല്ല ചെയ്യാനായിട്ട്. അപ്പോൾ സഡേഷൻ കൊടുക്കുകയും നമ്മുടെ അവിടെ അല്ല ചെയ്യാറ്, വേറൊരു തൊട്ടടുത്തുള്ള വേറൊരു സ്ഥാപനത്തിലാണ് ഇവിടുന്ന് സഡേഷൻ കൊടുക്കും. ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ ബേസിക്കലി നെയിൽ ക്ലിപ്പിങ്ങും അതുപോലെ ഇയർ ക്ലീനിങ്ങും മാത്രമുള്ള എന്ന് പറഞ്ഞതുകൊണ്ട്, അതായത് ഹെയർ കട്ടും ബാത്തും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട്, അപ്പം ഇവിടെ ചെയ്യാൻ വിട്ട് ഗ്രൂമേഴ്സ് സഡേഷൻ ഇല്ലാതെ തന്നെ നോക്കാമെന്നും പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പൊ അന്നേരം റിസ്റ്റൈൻ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടും ആണ് നാദർഷ സാറിന് കൂടുതലും പരാതികൾ ഉള്ളത്. അപ്പൊ റിസ്റ്റൈൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇദ്ദേഹം മോശം പാസ് ചെയ്തു. കാരണം ഈ ചാടുന്ന ഇടയിൽ അപ്പം ബാക്കിൽ പറ്റി. അതിന്റെ മകള് ഇങ്ങനെ പറഞ്ഞിങ്ങനെ സെലക്ട് ചെയ്ത് കുളിപ്പിക്കണം, ഇനിയിപ്പോ കൊണ്ടുപോയിട്ട് അഴുക്ക് ആയി വീട്ടില് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു സെലക്ട് ചെയ്തിട്ട് കുളിപ്പിച്ചാല് അതിനകത്തൊരു ഹൈപ്പോതെർമിയുടെ റിസ്ക് ഉണ്ട്. അപ്പൊ അത് വംശാവക്സരാണ് സ്ഥിരം ചെയ്യുന്നത്, അങ്ങനത്തെ പ്രൊസീജിയർ കട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അത് മറ്റൊരു സ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് കൊടുത്തുവിടാം. അപ്പം സെഡേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം അതെല്ലാം കഴിഞ്ഞ് മറ്റേ അടുത്ത പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ആദ്യം റിസ്റ്റൈൻ ചെയ്ത് പിടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ നമ്മളവിടെ സ്ഥിരം ഈ സെഡേഷൻ കൊടുക്കുന്നതാണ്. കാരണം എപ്പോഴും മുറിവുള്ള മൃഗങ്ങൾ വരും, അപ്പം പലതും സഹകരിക്കില്ല. അപ്പം സെഡേഷൻ കൊടുക്കുകയും പുഴുവുള്ളത് അങ്ങനെയൊക്കെ പല രീതിയിൽ വരുന്നത് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ വളരെ ശ്രദ്ധിച്ചും ചെയ്യുന്നതാണ്. അതിന് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. പക്ഷെ അതിനകത്തൊരു റിസ്ക് ഉണ്ട് എപ്പോഴും. ഈ നമ്മൾ സെഡേഷൻ കൊടുക്കുമ്പോൾ ഹൃദയവും അതുപോലെ ഈ ഇതെല്ലാം ഒന്ന് സ്ലോ ആകുമല്ലോ, ലങ്സും എല്ലാം. അപ്പൊ അത് നമുക്കൊരു ഓണർ കൺസെന്റ് സൈൻ ചെയ്യണം. ഇതിന് മാത്രം ഇത് ചെയ്യുമ്പോൾ ഓണേഴ്സിന്റെ കൺസെന്റ് അത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും. മറ്റേ മാഡത്തിനോട് കൂടെ മാഡത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ഡോക്ടർ തന്നെയാണ്. BSc കഴിയുന്ന ആർക്കും ചെയ്യാവുന്ന ഇതാണ് സഡേഷൻ. അതോടൊപ്പം ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അത് കൊടുത്തത്. അപ്പോൾ സഡേഷൻ ആദ്യത്തെ ഈ നഖം വെട്ടലും ഈ ഇയർ ക്ലീനിങ്ങും കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനൊക്കെ ശേഷമാണ് മറ്റേ. അപ്പൊ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു മറ്റേ സ്ഥാപനത്തിൽ. അങ്ങനെ കൊടുത്ത സമയത്ത് ആദ്യം നോർമലായിട്ട് പോയി. സഡേഷൻ പെട്ടെന്നാണ് ഇഷ്യൂസ് കാണിച്ചു തുടങ്ങിയത്. ഇവിടെ ഈ ഡോക്ടർ സംസാരിക്കുന്നതിൽ എന്തോ ഒരു ക്ലാരിറ്റി കമ്മി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം ഇതിൻ്റെ നെയിലും ഇയറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പം അതിനെ റിസ്റ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് മോഷൻ പാസ് ചെയ്ത സമയത്ത് പിന്നെ അതിനുശേഷം അതിനെ കൊണ്ടുപോയിട്ട് സെഡേഷൻ കൊടുക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ അവർ പറയുന്നു സെഡേഷൻ കൊടുത്ത സമയത്ത് മോഷൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഹൈപ്പോതെർമിക് ആവും. എന്തോ എവിടെയോ ഒരു ക്ലാരിറ്റിക്കും ഇയാൾ പറയുന്നതിലുണ്ട്.
ഓക്കെ. ഇപ്പോൾ ഒരു നഖം വെട്ടാനും ഒരു ചെവി ക്ലീൻ ചെയ്യാനും ആണെന്നുണ്ടെങ്കിൽ പൂച്ചേനെ കെട്ടിയിട്ട് അതിനെ സ്ട്രെസ് ഔട്ട് ചെയ്ത് അതിനോട് ചിലപ്പോൾ ഒരു ഷൗട്ട് ചെയ്യും, അതിനോട് ചിലപ്പോൾ അടിക്കുക വരെ. ഉള്ളിൽ കൊണ്ടുപോയി എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാണൂലേ. ചില സ്ഥലത്ത് നമുക്ക് ഉള്ളിൽ കയറാൻ, ചില നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അത്രയും ഹൈപ്പറായിട്ട് ഇത് ഇഷ്ടമല്ലാത്തൊരു ക്യാറ്റാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇതേപോലെ അഗ്രസീവ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഈ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അത് ഏത് രീതിയിലും ഇവന്മാരെ ദേഷ്യം തീർക്കും. മനസ്സിലായോ? അപ്പം അത്രയും ഹൈപ്പറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇതിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇതിന് സെഡേഷൻ അടിച്ചതാണോ, അങ്ങനെ അതിനൊരു കാർഡിയാക് അറസ്റ്റ് വന്നതാണോ എന്നൊന്നും അറിയില്ല. അതോ ഇനി വലിച്ചു കൊണ്ടുപോയ പോവില് ഇനി കഴുത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം ആദർശ് അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഇതിനെ കയറ് കെട്ടി ഇങ്ങനെ ലീഷ് കെട്ടി വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്, മകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ അതൊക്കെ പോസ്റ്റ്മോർട്ടം ഇനി വരണം. സൺഡേ ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കും തോന്നുന്നില്ല. നാളെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും FIR ആയ സ്ഥിതിക്ക് ഇനി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും ചെയ്തേ പറ്റൂ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാനുള്ളത്, ഈ വിഷയം പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഐ ആം സൂപ്പർ ഹീറോ സന്ദീപിന് എല്ലാവർക്കും അറിയില്ല. ഐ ആം സൂപ്പർ ഹീറോ എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയുമായിരിക്കും, സന്ദീപിന് എല്ലാവർക്കും അറിയുമായിരിക്കും. സന്ദീപ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ഒരു വിഷയം പറഞ്ഞു. ഇതിപ്പോൾ ക്യാറ്റ് ഹോസ്പിറ്റൽ, പെറ്റ് ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു സംഗതി. പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേരളത്തിൽ. ഓക്കെ, പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ എവിടെന്നെങ്കിലും ഒരു പപ്പീനെയോ ഒരു പൂച്ചക്കുട്ടീനെയോ ഇനി എന്തിനെയോ ഒരു PGN അങ്ങനെ എന്ത് സാധനം ഒരു പെറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഇവിടെ കുറേ ലോക്കൽ ട്രാൻസ്പോർട്ടായിട്ടുള്ള കുറേ കമ്പനികൾ, കുറേ എണ്ണം രജിസ്റ്റേർഡ് ആണോ ലൈസൻസ് ഉണ്ടോ ഒന്നും അറിയാൻ പാടില്ല ഇതിലൊന്നും. അങ്ങനെ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഞാനൊരു A എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് പപ്പീനെ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ പെറ്റ് ട്രാൻസ്പോർട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു A എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ലൊക്കേഷനിൽ നിന്ന് പപ്പീനെ എടുക്കണം, B എന്ന് പറഞ്ഞ എൻ്റെ ലൊക്കേഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് അവർ പറയും, അവർ ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ സാധനം കേരളത്തിൽ വൈഡ്ലി നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്തൊരു ഷിറ്റ്സു പപ്പി, അതിന് പാറു അടിച്ചോടി, ഒരു കുട്ടി പപ്പിയാണ്. ആ പപ്പീനെ ഇവന്മാർ ഏതോ ഒരു ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ ഒരു ടെമ്പോയിൽ വലിയ ഡോഗ്സിൻ്റെ ഒക്കെ പെട്ട് ആ ഡോഗ്സിൻ്റെയൊക്കെ മൂത്രവും അപ്പിയിലൊക്കെ കിടന്ന് കുളിച്ച് ആ പപ്പി ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവരെ കയ്യിൽ എത്തിയ സമയത്തോട് കൂടിയിട്ട് ആ പപ്പീൻ്റെ അവസ്ഥ വളരെ ശോകം. അതിന് പാറവായി. ഇപ്പോൾ വലിയ ഡോഗ്സിന് പാറവ് അടിക്കൂല, റെയറാണ്. ചെറിയ കുട്ടി പപ്പികൾക്കാണ് പാറവ് അടിക്കാറ്. അത് വലിയ ഡോഗ്സിൽ നിന്ന് ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ പൂച്ചയെന്നൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ഇവർ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇതിനെ മിസ്ഹാൻഡിൽ ചെയ്തിട്ട് ലാസ്റ്റ് ആ പപ്പി തീർന്നു. അപ്പം അങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസും ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ സൈഡിൽ അവർ ഈ ട്രാൻസ്പോർട്ടേഷൻ ആൾക്കാരെ ഫോൺ വിളിച്ച് സംസാരിച്ചതിൻ്റെയൊക്കെ ഒരു വോയിസ് ക്ലിപ്പ് അന്ന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മോശമായ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നേ. കാരണം പപ്പീസിനെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മൊത്തം അത് മൂത്രം ഒഴിച്ച് മൊത്തം നനഞ്ഞ് വിറച്ചിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര അലമ്പായിട്ടാണ് നമുക്ക് കൈ കിട്ടിയത്. ബാസ്ക്കറ്റിലല്ലായിരുന്നല്ലേ? സാധാരണ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ബാസ്ക്കറ്റിലായിരിക്കില്ലേ? അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് അവസ്ഥയാണ് നിങ്ങൾ കണ്ടായിരുന്നു അതിനെ? അത് മരിക്കും, ഡോക്ടർ പറഞ്ഞ കാര്യം മരിക്കുമെന്നാണ്. അപ്പൊ ഇതിന്റെ അടുത്ത നിങ്ങളുടെ പ്രൊസീജിയർ എന്താണ്? അന്നത്തെ പോയ ഡ്രൈവറും കാര്യങ്ങളൊന്നും അതെയല്ല, ഇപ്പൊ പോയ ഡ്രൈവറോ അത് എന്നുള്ളതല്ല, പട്ടിക്ക് ഇതാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? അതെന്ന് ചേട്ടാ എനിക്ക് ചോദിക്കട്ടെ, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. അല്ല, 2 ദിവസമായിട്ട് ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ നിങ്ങൾ 2 ദിവസം കൊണ്ട് ഇവൻ വിളിക്കുമ്പോൾ നിങ്ങൾ ആരും ഫോൺ എടുക്കുന്നില്ല, എന്താണ് കാര്യം? 2 ദിവസത്തിന് മുന്നേ വിളിച്ചു അവൻ കാര്യം പറയാനായിട്ട് നിന്നപ്പോൾ ആർക്കും എടുക്കാൻ വയ്യ. ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പപ്പിയുടെ അവസ്ഥ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. അമ്മാതിരി ഒരു എന്താ പറയണ, അതിന് എണീക്കാൻ പോലും വയ്യ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ പാർവ വൈറസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഒരു ഡോക്ടർ പറയാണ് അതിന് ജീവിക്കത്തില്ല എന്ന് പറയാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ അതെന്താണ്? അപ്പൊ നിങ്ങളുടെ ആ ഒരു സാധനത്തിൽ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വന്നത്. കാരണം അതിനു മുമ്പ് പട്ടികളുടെ പല മൂത്രങ്ങളും അതെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അത് അത്രയും നീറ്റായിട്ടല്ല കൊണ്ടുപോയതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പൊ നിങ്ങൾ പറയും നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ആയിരിക്കും. നമ്മളെ വീട്ടിൽ ഇനി 2 പപ്പി കിടപ്പുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? നിങ്ങൾ ആ പട്ടിയെ കൊണ്ടുപോയി നമ്മൾ തന്നപ്പോഴും കൊണ്ടുപോയപ്പോഴും ഉള്ള അവരെ കൈ കിട്ടിയപ്പോൾ ഉള്ള കോലം നിങ്ങൾ കാണണം. മനസ്സിലായോ? അപ്പം തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ത് മാത്രം ഒരു ക്ലീനിങ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവര് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ടീമിനെ കോൾ ചെയ്ത് സംസാരിച്ചതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ അതിൽ വോയിസ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അവരെന്നെ എനിക്ക് അയച്ചു തന്നതാണ്. ഇതും നിങ്ങൾ ശ്രദ്ധിക്കണം. പെറ്റ് ഹോസ്പിറ്റൽസ് മാത്രമല്ല, നിങ്ങൾ പെറ്റ്സിനെ ബോർഡ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പെറ്റ്സിനെ നിങ്ങൾ എന്ത് ചെയ്യും, ബോർഡിങ്ങിന് കൊടുക്കും.
ബോർഡിങ്ങിന് കൊടുക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. നമ്മൾ നമ്മളെ പെറ്റ്സിനെ നോക്കുന്ന പോലെ ആരും നോക്കില്ല. ഓക്കെ, നമ്മൾ നമ്മളെ പെറ്റ്സിനെ നോക്കുന്ന പോലെ ഒരു മനുഷ്യനും നോക്കാൻ പോകുന്നില്ല. അത് കീപ്പ് ഇൻ മൈൻഡ്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഡോക്ടർമാരാണെങ്കിലും ഒപ്പമുള്ള ബാക്കി സ്റ്റാഫാണെങ്കിലും നമ്മൾ നമ്മളെ പെറ്റ്സിന് അവർക്ക് മിണ്ടാനും ഇതിനൊന്നും വയ്യല്ലോടെ. നമ്മൾ വേണം ചോദിക്കാനും, ചോദിച്ച് മനസ്സിലാക്കാനും, അതിന് പറ്റിയ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ചെയ്തു കൊടുക്കാൻ. ഇതേപോലുള്ള ട്രാൻസ്പോർട്ടേഷൻ ടീംസ് കേരളത്തിൽ നമ്പർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടീംസ് ഉണ്ട്. പലരും പലതും ഉടായ്പാണ്. പലതിലും ഇതേപോലെ പെറ്റ്സ് പോവാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആരും അങ്ങനെ കേസോ വിഷയമോ കാര്യങ്ങളോ ആയിട്ടൊന്നും എവിടെയും പോവാറില്ല. ആഫ്റ്റർ ഓൾ അത് പോയി അതിന് നിൽക്കാറാണ് പതിവ്. അങ്ങനെയൊന്നും അല്ല. ഇതിനൊക്കെ കൃത്യമായ മോണിറ്ററിങ്ങും ഓഡിറ്റിങ്ങും കൊണ്ടുവന്നേ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബോർഡിങ്ങിനൊക്കെ പെറ്റ്സിനെ വിടുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ ഒരു കേസ് ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ വീട്ടിലുള്ള ഡോഗ്സിന് ഞാൻ പുറത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നത് പോലും ഞാൻ റെസ്ട്രിക്ട് ചെയ്യും. ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചറിയാം, ഞാൻ വരണ്ടെന്ന് പറയുക, സ്ട്രൈറ്റ് ആയി മുഖത്തോക്കിയിട്ട് വരണ്ട പറയുക. കാരണം എനിക്ക് അവരെ സ്ട്രെയിൻ ചെയ്യിക്കാൻ വയ്യ. വന്നു കഴിഞ്ഞാൽ ഇവരെ കൂട്ടിലിടണം, അടച്ചിടണം, അവർ കുരയ്ക്കും, പിന്നെ അതിൻ്റെ പ്രശ്നം. അവരങ്ങനെ ജീവിക്കട്ടെ. നമുക്ക് ലൈക്ക് ഞാനങ്ങനെയൊക്കെയുള്ള ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് അവരെ മാക്സിമം ഉപദ്രവിക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. നമ്മളും അവരും കൂടി ഒരു കോ എക്സിസ്റ്റൻസ്, ആ വീട്ടിൽ ആ സ്പേസ് ഭയങ്കര രസമായിരിക്കും. അങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ടാണ്. എന്താണെങ്കിലും ഒരു പെറ്റ് പോയൊരു ഓണർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കുറേ കമൻറ്റ് കൊണ്ട്, ഒരു പൂച്ചയല്ലേ, പൂച്ച എത്താപ്പം എന്താ, ലോകത്ത് എന്തൊക്കെ വിഷയം നടക്കുന്നു, ഇസ്രായേലും ഇറാനും തമ്മിൽ അടിക്കുന്നു, അപ്പോഴാണ് ഒരു പൂച്ച ചത്ത വിഷയം. എടീ, ഒരു പട്ടിയോ പൂച്ചയോ എന്തോ ആയിക്കോട്ടെ, ഒരാൾ ഒരു മിണ്ടാപ്രാണിയോടുള്ളൊരു ബോണ്ട് തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ഈ ദൈവം ഹെവൻ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു കോൺസെപ്റ്റിലുള്ള ഫീലിംഗ് ആണ് ഒരു മനുഷ്യന് കിട്ടാൻ പോണത്. നിങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും അത് നിങ്ങൾക്ക് എന്താണ്, ഒരു മെഡിസിനാണ്. ഇതൊന്നും അറിയാത്തവന്മാർ കിടന്ന് ചിലയ്ക്കും, അവർക്ക് ചിലയ്ക്കാൻ പറ്റും. ഒരു പെറ്റ് പോയൊരു ഓണർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും ആ വിഷമം മനസ്സിലായി അതിൻ്റെ മുഖമൊന്നും പോകൂലടേ, മനസ്സിലായ? അപ്പോൾ അതറിയാതെ വന്ന് ചിലയ്ക്കുന്നവന്മാരോട് നടുവരൽ നമസ്കാരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എന്നാലും ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇപ്പം നാദിർഷയെപ്പോലെ ഒരാളായതുകൊണ്ട് ഇതിനൊരു വിസിബിലിറ്റി കിട്ടി. ഇപ്പോൾ നാദിർഷ ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ഫിലിം ഫെയിമാണ്. ഓക്കെ, അയാൾക്കൊരു വിസിബിലിറ്റി കിട്ടി. ഇതേ ഹോസ്പിറ്റലിനെ കുറിച്ച് നാദിർഷ ഇട്ട പോസ്റ്റിനടിയിൽ കുറേ കമൻസ് ഉണ്ട്. പക്ഷെ അവരാർക്കും ഈ പറഞ്ഞ പോലെ കേസായിട്ട് പോകാൻ ഒരു വിസിബിലിറ്റി കിട്ടുന്നില്ല. ഒരു നാദിർഷേൻ്റെ കേസ് ഉണ്ടെങ്കിലും സർക്കാർ കുറച്ചെങ്കിലും ഇവിടെ നടക്കുന്ന ഇങ്ങനത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇതേപോലത്തെ ഗ്രൂമിങ് സെൻറ്റേഴ്സും പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലും ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഇൻവോൾവ് ആയിട്ട് ഒന്ന് ഇറങ്ങി തപ്പിക്കഴിഞ്ഞാൽ ഇതേപോലത്തുള്ള പല പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്രസ്സ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണെങ്കിലും ആ ക്യാറ്റ് പോയി, വിഷമം നാദിർഷയ്ക്ക് അറിയാം. എന്തുകൊണ്ട് പോയി, എങ്ങനെ പോയി എന്നുള്ളതൊക്കെ ഇനി തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ.